ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകുകയാണ്. തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഇത്രയും കാലം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെച്ച പല രഹസ്യങ്ങളും പുറത്തേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് പണ്ടത്തെ പോലെ അത്ര സ്നേഹത്തിലല്ല, എന്തൊക്കെയോ നിങ്ങൾക്കിടയിൽ രഹസ്യമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഈ പേഴ്സൺ എന്തൊക്കെയോ മാറ്റങ്ങൾ, എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റീഡിംഗ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ എനർജി വെച്ചിട്ടാണ് നമ്മൾ കാർഡ്സ് നോക്കുന്നത്. അറ്റ് ദ സെയിം ടൈം അത്യാവശ്യം ഡീറ്റെയിൽ റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ലവ് മെസ്സേജസ് എടുക്കുന്നതായിരിക്കും. അതുപോലെ കുറച്ച് ക്ലൂസും എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡീപ്പ് ബ്രീത്ത് എടുക്കാം. ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നന്നായിട്ട് ശ്വാസമൊക്കെ എടുത്ത് നല്ല പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങളുടെ വ്യക്തിയെ മാത്രം മനസ്സിൽ വിചാരിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത്. പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് എന്തിനേതിനും ഒരു സൊല്യൂഷൻ ഉണ്ട്, എന്തിനേതിനും ഒരു പരിഹാരമുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ കാർഡ്സ് നോക്കാൻ പോവാണ്. അപ്പം ഈ ഒരു എന്താ പറയുക, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പണ്ട് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് പാസ്റ്റ് ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പണ്ട് നടന്ന കാര്യങ്ങൾ, അതായത് നിങ്ങളായിട്ട് ഒരുപക്ഷെ കണ്ടുമുട്ടുന്നതിന് മുൻപോ അല്ലെങ്കിൽ അതിന് ശേഷമോ എന്തോ ആയിക്കോട്ടെ, ഈ പേഴ്സന്റെ ജീവിതത്തിൽ കുറച്ച് കുറച്ച് വർഷങ്ങൾക്ക്, ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ 1-2 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് നോക്കാം. യെസ്, നമുക്ക് ലഭിച്ചിട്ടുള്ളത് വിക്ടറി കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്പർ 28 ആണ് കിട്ടിയിട്ടുള്ളത്. ഈ വ്യക്തിക്ക് വളരെയധികം നല്ല സമയമായിട്ടാണ് കാണപ്പെടുന്നത്. നല്ല സമയം എന്ന് പറയുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഈ വ്യക്തിക്ക് വിജയം വന്നിട്ടുണ്ട്. അത് പഠന കാര്യങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പ്രൊഫഷൻ വൈസ് ആയിരിക്കാം. ഓക്കെ, എന്തോ ഒരു കാര്യങ്ങൾക്ക്, ബിസിനസ് ആയിരിക്കാം. ഈ വ്യക്തിക്ക് വളരെയധികം വിജയകരമായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഈ വ്യക്തിയുടെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ, ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൽ പരിപൂർണമായിട്ടും അതിലേക്ക് ഡെഡിക്കേഷൻ കൊടുത്ത് അത് നല്ല രീതിക്ക് വിജയിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം വിജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ സാധിക്കുമോ അത്രയും ഈ വ്യക്തി വിജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, സമർപ്പണ ബോധമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അല്ലാതെ മടി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു മൂഡിയായിട്ടിരിക്കുക, ഒന്നിനും ഒരു തീരുമാനം പറയാതിരിക്കുക, ഒരു ഉത്സാഹമില്ലാതിരിക്കുക, അങ്ങനത്തെ ഒരാളല്ല. വളരെ ആക്റ്റീവായിട്ടുള്ള, വിജയത്തെ തേടിപ്പിടിച്ച് വിജയം കൊണ്ടുവരുന്ന, അതായത് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇല്ലേ, വിധി പോലെ നടക്കട്ടെ, വിധിച്ചതുപോലെ നടക്കട്ടെ, എനിക്ക് അത് വിധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടിയാൽ മതി, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു വ്യക്തിയേ അല്ല ഈ പേഴ്സന്റെ പാസ്റ്റ് എനർജി വെച്ച്, കുറച്ച് ഭൂതകാലം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വിജയം കൈവരിക്കുന്ന, പഠനകാര്യങ്ങൾക്കായിക്കോട്ടെ, ജോലി കാര്യങ്ങൾക്കായിക്കോട്ടെ, നല്ല രീതിക്ക് വിജയം കൈവരിക്കുകയും, വിജയം ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും വിജയം കൊണ്ടുവരുന്ന വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കാനൊന്നും ഈ പേഴ്സൺ തയ്യാറല്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ പേഴ്സന്റെ പാസ്റ്റ് എനർജി എന്ന് പറയുന്നത്. ഒരു ഫസ്റ്റ് തന്നെ ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ, ആ ഒരു വിജയത്തിൽ ഈ വ്യക്തിയെ സ്വാധീനിച്ചിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രൊഫഷണൽ അസിസ്റ്റന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു തേർഡ് പാർട്ടിയുടെ എനർജിയാണ് വന്നിട്ടുള്ളത്. കാരണം ഈ ഒരു വ്യക്തിയുടെ കൂടെ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സന്റെ കൂടെ വന്നിട്ടുള്ള ഈ വ്യക്തി തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്ന തേർഡ് പാർട്ടി. അതായത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ഒരു രൂപത്തിലായിട്ടാണ് കാണപ്പെടുന്നത്. ബിക്കോസ് ഈ വ്യക്തിയുടെ എനർജിയിൽ ഇപ്പോഴും ഈ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ അതുകൊണ്ട് മേ ബി നിങ്ങളുടെ പേഴ്സൺ ഒരു ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കാം. സോ ബിസിനസ്സിന്റെ ഒപ്പം നിൽക്കുന്ന പാർട്ട്ണർ ആയിരിക്കാം ഈ പറയുന്ന തേർഡ് പാർട്ടി. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു പൊസിഷൻ നോക്കുന്ന, പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ. അപ്പോൾ അതിന്റെ കൂടെ നിന്ന് നല്ല രീതിക്ക് തന്നെ എന്താ പറയാ ഹെൽപ്പ് ചെയ്യുന്ന കൂടെയുള്ള, കാരണം നിങ്ങളുടെ പേഴ്സന്റെ കൂടെ ഈ തേർഡ് പാർട്ടിയുടെ എനർജി ഉണ്ട്. ഓക്കെ. മേ ബി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണിൽ നിന്നും അകന്നായിരിക്കാം നിൽക്കുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, കാമുകൻ, കാമുകി, എക്സെട്ര എക്സെട്ര, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണിൽ നിന്നും ഫിസിക്കൽ പരമായിട്ട് അകന്ന് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങൾ നാട്ടിലായിരിക്കാം, ഈ പേഴ്സൺ അബ്രോഡ് ആയിരിക്കാം. ബട്ട് ഈ പേഴ്സന്റെ കൂടെ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വ്യക്തി എന്തെങ്കിലും ചില കാര്യങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിലെ വിജയങ്ങളാണെന്ന് നമ്മൾ ആദ്യമേ കണ്ടു. അപ്പോൾ അതിൽ കുറച്ചധികം പങ്ക് ഈ ഒരു തേർഡ് പാർട്ടിയും വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ. സോ അതൊരു എനർജിയാണ്. അപ്പൊ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെ ഒരു എന്താ പറയാ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കരിയർ പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ഒരു ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത്. ക്യാരക്ടർ എന്നല്ല, അതിനേക്കാൾ ഉപരി എന്തോ അത്രയും ഹെൽപ്പ് ഉണ്ട്. ഓക്കെ. തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള എന്തൊക്കെയോ രീതിയിലുള്ള ഹെൽപ്പുകൾ ഈ വ്യക്തിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ കൂടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ. അതുപോലെ നെക്സ്റ്റ് ഇനി ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് നോക്കാം. അതായത് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പോ ദാമ്പത്യ ജീവിതമോ എന്തോ ആയിക്കൊള്ളട്ടെ, ഈ പേഴ്സന്റെ മനോഭാവം എന്താണ് എന്നുള്ളത് നോക്കാം. യെസ്, ക്ലീനിങ് ഹൗസ് ആണ് കിട്ടിയിട്ടുള്ളത്. നമ്പർ 37 ആണ്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ലേഡി വളരെ അഴുക്ക് പിടിച്ച് കിടക്കുന്ന, അതായത് ചപ്പും ചവറും എന്താ പറയാ പൂച്ച അത് കാഷ്ടിച്ച് അത് എന്താ പറയാ അതിന്റെ എല്ലാ രീതിയിലുള്ള അഴുക്കുകളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ വളരെ അഭിമാനത്തോടെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു കാർഡ് കണ്ടിട്ട് പറയാൻ സാധിക്കുന്നില്ല. ഓക്കെ. അപ്പൊ നിങ്ങളാണെങ്കിൽ പോലും മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ രഹസ്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ ഇപ്പോൾ ഈ റീഡിങ് കാണുമ്പോഴായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ ദാമ്പത്യ ജീവിതത്തിലോ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള സത്യം പോലും അറിയുന്നുണ്ടാവുന്നത്. ഓക്കെ. സോ തീർച്ചയായിട്ടും ഒരു തേർഡ് പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് ക്ലീനിങ് ഹൗസ് ആണ്. അതായത് വീട് വൃത്തിയാക്കൽ, അതായത് ഈ പേഴ്സൺ വീട് വൃത്തിയാക്കുന്നു എന്നുള്ളതല്ല ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ സ്പിരിച്വൽ മീനിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഫാമിലി ലൈഫിലോ ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ താളപ്പിഴകൾ സംഭവിച്ചിട്ടുള്ളത്, അതായത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കാനും ഒരു വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലം, അതായത് വൃത്തികേടായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അതായത് എവിടെന്നൊക്കെയോ എങ്ങനെയൊക്കെയോ അഴുക്കുകൾ വീണിട്ടുണ്ട്, പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. സോ അത് മസ്റ്റ് ബി ക്ലീൻ. അത് ക്ലീൻ ആക്കി എടുക്കണം. അതായത് നിങ്ങളായിട്ട് തുറന്ന് സംസാരിക്കുക, നിങ്ങളെ നേരിട്ട് കാണുക, ഈ ഒരു തേർഡ് പാർട്ടിയുടെ കാര്യം അല്ലെങ്കിൽ എന്താണോ എന്നുള്ളത്, ഈ പേഴ്സൺ എന്താണോ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്താണോ അതെല്ലാം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇരുട്ടിലാണ് ഇരിക്കുന്നത്, അത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. പക്ഷെ വളരെ ബിസി എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ പേഴ്സന്റെ ജോലി അതായിരിക്കാം, ലീവ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്കൊക്കെ വരണം എന്ന് വിചാരിക്കുന്നുണ്ടാകാം. പക്ഷെ ലീവ് കിട്ടാത്തത് കൊണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം കൊണ്ടോ ഈ വ്യക്തിയുടെ മനസ്സ് വളരെയധികം വേദനിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങളെ ജസ്റ്റ് കാണാൻ വന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഈ പേഴ്സൺ മറച്ചു വെച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ക്ലീനിങ് ഹൗസ് ആണ്. അതായത് ഈ വ്യക്തിക്ക് അറിയാം ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെയല്ല മുന്നോട്ട് പോകേണ്ടത്, നല്ല രീതിക്ക് തന്നെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, പോസിറ്റീവായിട്ട് തന്നെ പോകണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കേണ്ടത് ഈ പേഴ്സൺ തന്നെയാണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് കാണാം. കാരണം നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും ആയി പൊക്കോട്ടെ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പൊക്കോട്ടെ എന്നുള്ള മനോഭാവത്തിലല്ല ഈ പേഴ്സൺ നിൽക്കുന്നത്. പകരം അത് പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ പേഴ്സന്റെ അപ്രോച്ച് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കേട്ട നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ബിക്കോസ് ഈ വ്യക്തിയുടെ എന്താ പറയാ, ഈ വ്യക്തിയുടെ ആ ഒരു ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങളുടെ അടുത്ത് തുറക്കണം. അപ്പോൾ മാത്രമാണ് ഈ വ്യക്തിക്ക് സമാധാനം വരുന്നത്. ആൻഡ് ഓൾസോ തേർഡ് പാർട്ടി ഈ വ്യക്തിയോട് എന്താണ് ചെയ്തത്, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഒരു തേർഡ് പാർട്ടി വന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്. ആ തേർഡ് പാർട്ടി ഈ പേഴ്സണോട് എന്താണ് ചെയ്തത്? ദ മൗണ്ടൻ ആണ്. മൗണ്ടൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ വലിയൊരു മൗണ്ടൻ ആണ് അല്ലേ, വലിയൊരു മലയാണ്. ആൻഡ് ഓൾസോ ഇത് നമുക്കൊരു ഒരാളിന്റെ രൂപമാണ്. പക്ഷെ അതൊരു മനുഷ്യനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു നെഗറ്റീവ് എനർജി അല്ലേ. അത് മാത്രമല്ല അതിന്റെ വായ നല്ല രീതിയിൽ തുറന്നു വെച്ചിട്ടുണ്ട്. നമ്മളെ വിഴുങ്ങാൻ നിൽക്കുന്ന രീതിയിലാണ്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ, അതായത് ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടില്ല. ഓക്കെ, ചിലപ്പോൾ ഈ വ്യക്തി തേർഡ് പാർട്ടി ആയിട്ട് ഡീല് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകാം. കുറച്ച് പേർക്കെങ്കിലും, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 100%-ൽ ഒരു 20% പേർക്കെങ്കിലും അതിൻ്റെ ഒരു സൂചന കിട്ടിയിട്ടുണ്ടാകാം. കിട്ടിയപ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയെ എന്താണ് ഉപദേശിച്ചിട്ടുണ്ടാകാം. ബിക്കോസ് അത്രയും അങ്ങോട്ട് പോകണ്ട, പിന്നീട് അത് പാരയായി തീരും, പ്രശ്നമായി തീരും, തലേന്ന് ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളുടെ ബന്ധത്തെ തന്നെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ താക്കീത് കൊടുത്തിട്ടുണ്ടാകാം, വാണിംഗ് കൊടുത്തിട്ടുണ്ടാകാം ഈ വ്യക്തിക്ക്. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ എന്താണ് അതൊന്നും കാര്യമാക്കി എടുത്തിട്ടില്ല, തേർഡ് പാർട്ടിയെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചിട്ടില്ല. ബിക്കോസ് തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നിസ്സാരമല്ല. അപ്പോൾ ഈ വ്യക്തിയുടെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ വിജയത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്, അതായത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, ആ ഒരു മൂന്നാമതൊരു വ്യക്തി എന്ന് പറയുന്നത് ഈ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിന്റെ ഏറ്റവും വലിയ തടസ്സമാണ്. അതായത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒന്നിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ വേറെ ആരും തടസ്സമില്ല. ഏറ്റവും വലുതായിട്ട് തടസ്സപ്പെട്ട് നിൽക്കുന്നത് ഈ തേർഡ് പാർട്ടി തന്നെയാണ്. അപ്പോൾ ഇതിനെ മറികടക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ആദ്യമൊക്കെ നല്ല അഭിപ്രായമായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ ഈ വ്യക്തിക്ക് അത്ര നല്ല അഭിപ്രായമൊന്നുമില്ല. കാരണം ഈ തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വഞ്ചനയായിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം ഫ്രോഡായിട്ടുള്ള ഒരു പെരുമാറ്റം ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ പേഴ്സണ് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുള്ള ആ ഒരു നെഗറ്റീവ് കാര്യം, അത് ബ്ലാക്ക് മാജിക് ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നിൽ നിന്നും കുത്തിയതായിരിക്കാം, പറ്റിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ അടുത്ത് ഫിസിക്കൽ പരമായിട്ടുള്ള ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ പണത്തിന്റെ ആ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയോ, എന്തോ സംതിങ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ പേഴ്സണ് ഒരു ഫ്രോഡ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഒരു കള്ളത്തരം, വഞ്ചനയായിട്ടുള്ള തട്ടിപ്പായിട്ടുള്ള ഒരു കാര്യം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജയിലിൽ അകപ്പെട്ട ഒരു അവസ്ഥയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശം നിങ്ങൾ നിൽക്കുന്നു, മറുവശം ഏറ്റവും വലിയ തടസ്സമായിട്ട് തേർഡ് പാർട്ടി നിൽക്കുന്നു. അപ്പോൾ ഇവരിൽ നിന്നും മറികടക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ഈ പേഴ്സണോട് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി ഒരു ഫ്രോഡ് ആക്ടിവിറ്റിയാണ്, ഫ്രോഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ വാക്കുകൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് എത്രത്തോളം സത്യമായിരുന്നു, നിങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു, മനസ്സിലായോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡാം ഷുവർ ഈ വ്യക്തി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള മനോഭാവം എന്താണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന, ചിലപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഡൗട്ട് തോന്നിയിട്ടുണ്ടാകാം നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിനോട് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് റോക്ക് ബോട്ടം ആണ്.
അതായത് തീർച്ചയായിട്ടും ഈ പേഴ്സണ് ഒരു ഐഡിയ ഇല്ല. കാരണം ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ്. കാരണം നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ തന്നെ, ഈ ഒരു കാർഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വളഞ്ഞു പൊളഞ്ഞ വഴിയിനെ, വളഞ്ഞിരിക്കുന്ന ഒരു വഴികളെ കാണിക്കുന്നു. അതുപോലെ എവിടെ നോക്കിയാലും ഒരേ ഡയമെൻഷൻ ആയിട്ടാണ്. നമുക്ക് ആകെ കൺഫ്യൂസിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ? ഒരു കംപ്ലീറ്റ് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടാത്ത ഒരു ഒരു പരിപാടിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിനോടും തോന്നിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി പല കള്ളങ്ങളും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിന്റെ ക്ലാരിറ്റി കിട്ടുന്നില്ല, അല്ലെങ്കിൽ കാരണം ജെനുവിൻ അല്ല, സത്യസന്ധതയുള്ള വ്യക്തിയല്ല എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായി. പക്ഷെ എന്നാലും എന്താണ്, തേർഡ് പാർട്ടിനോടുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള മനോഭാവം തന്നെയാണ്. അത്ര താല്പര്യമില്ല. പക്ഷേ ഈ വ്യക്തി എവിടേക്കോ പെട്ട് കിടക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഈ പേഴ്സണും തേർഡ് പാർട്ടിയും കൂടി ഉള്ളത്, അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ മേ ബി തേർഡ് പാർട്ടി ഈ പേഴ്സണെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടാകാം. എന്തൊക്കെയോ ഊരാക്കുടുക്കിൽ നിങ്ങളുടെ പേഴ്സൺ വീണ് പോയിട്ടുണ്ട്. മനസ്സിലായോ? അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അതിവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ വ്യക്തി പവർഫുൾ ആണ്, അത് കാര്യങ്ങൾ നേരിട്ടോളും. ഓക്കെ. ആൻഡ് ഓൾസോ ഈ വ്യക്തി ഇനി നിങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നതെന്നുള്ളത് നോക്കാം. തേർഡ് പാർട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി എന്താണ്? യെസ്, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി, ഈ പേഴ്സൺ എന്തായാലും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഈ വ്യക്തി എന്തായാലും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളെ പിന്തുടരുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും മറ്റ് കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും നിങ്ങളെ നല്ല രീതിയിൽ സ്പൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകുന്നില്ല, ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല. പക്ഷേ എന്താണ്, ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീരുമാനം എടുക്കും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഏതോ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് ഒരു തെറ്റ് പറ്റി പോയിട്ടുണ്ട്. അത് തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം കൊണ്ട് മാത്രം പറ്റിപ്പോയ തെറ്റാണ്. ആ തെറ്റ് എന്താണെന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ. ഏതോ ഒരു സാഹചര്യത്തിൽ തേർഡ് പാർട്ടിയുടെ വലയിൽ വീണുപോയി എന്നൊക്കെ പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഈ വ്യക്തി എന്താ പറയാ, നിങ്ങളിൽ ഡെഡിക്കേറ്റഡ് ആണ്. മനസ്സിലായി? നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് വലിയ കാര്യം തന്നെയാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പേഴ്സൺ. അപ്പോൾ ഈ വ്യക്തി കറക്റ്റ് ആയിട്ട് ഒരു തീരുമാനം നിങ്ങളുടെ കാര്യത്തിൽ എടുക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം ഇത്തരം പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, സപ്പോർട്ടീവ് ഇല്ലേ എന്നുള്ള രീതിയിൽ. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഏഞ്ചൽസ് ഓഫ് 4 ഡിറക്ഷൻ ആണ്, സ്പിരിച്വൽ അവേക്കനിങ് ആണ്. ഈ ഒരു പേഴ്സൺ ആയിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു ബന്ധം മാത്രമല്ല, അതിനേക്കാൾ ഉപരി ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള പാഠം കൂടെ നിങ്ങൾ ഇതിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏഞ്ചൽസ് ഇൻ 4 ഡയറക്ഷൻസ് ആണ്. ഏഞ്ചൽസിന്റെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട്. മനസ്സിലായോ? അത് നിങ്ങൾ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. യൂറിയൽ, റാഫേൽ, മിഖായൽ ആൻഡ് ഗബ്രിയൽ, ഈ 4 ഏഞ്ചൽസ് ആണ് നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു ഏഞ്ചൽസിന്റെ പവർ എന്താണ് എന്നുള്ളത് നിങ്ങൾ അറിയും. അതിപ്പോഴല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ഏഞ്ചൽസ്, കാരണം ഏഞ്ചൽസ് ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജിയൊക്കെ ഉണ്ടോ എന്നുള്ള സംശയമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് തോന്നിക്കുന്നുണ്ടാകാം. പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന്റെ ഒരു എനർജി എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് മുന്നോട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് കണ്ടറിയാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നിസ്സാരമൊന്നുമല്ല, നല്ല രീതിയിലുണ്ട്. അത് പുതിയ ഐഡിയാസ് വരാനും, നിങ്ങൾക്കിടയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് മാറാനും, പ്രണയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും, പുതിയൊരു തുടക്കം വരാനും ഒക്കെ ഇവർ സഹായിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഏഞ്ചൽസിനെ വെച്ചിട്ടുള്ള പ്രാർത്ഥനകളും അഫർമേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം. ഒരിക്കലും നിർത്തിക്കളയരുത്. പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ലല്ലോ,
ഇതൊക്കെ ചെയ്യുന്നത് വെറുതെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വിട്ടുകളയരുത്. കാരണം റിസൾട്ട് വഴിയേ വരുന്നുണ്ട്. യെസ്, ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ്. ഈ വ്യക്തി നിങ്ങളോട് എല്ലാ രഹസ്യവും തുറന്നു പറയുമോ എന്നുള്ളതിലാണ്. നമുക്ക് കോൺഷ്യസ്നെസ് ഓഫ് ലാക്ക് ആണ് കിട്ടിയിട്ടുള്ളത്. മനസാക്ഷി കുത്ത്, മനസ്സിലായോ? അത് നമുക്ക് റിവേഴ്സ് എനർജിയിലാണ് കിട്ടിയിട്ടുള്ളത്. ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഈ വ്യക്തി വരും നിങ്ങളിലേക്ക്. അത് നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞു, നമുക്ക് നേരത്തെ കാണാൻ പറ്റി ഈ വ്യക്തി എവിടേക്കോ, ഈ വ്യക്തിയുടെ എന്തൊക്കെയോ പാളിപ്പോയിട്ടുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലെ, റോബോട്ട് അല്ല. അപ്പൊ ഏതൊരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യത്തിലേക്ക് ഈ വ്യക്തി പോയിട്ടുണ്ട്. അത് അവിടെ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കാം ഈ പേഴ്സണെ നിർബന്ധിച്ചത്, അല്ലെങ്കിൽ എന്തോ ഒരു കുഴിയിലൊക്കെ ചാടിച്ചതായിട്ടും നിങ്ങളെ ചെറുതായിട്ടുള്ള രീതിയിൽ പറ്റിച്ചതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്നും ഈ പേഴ്സൺ പുറത്തേക്ക് വരും, അത് ഉറപ്പാണ്. പുറത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി എല്ലാ കാര്യവും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയും. കാരണം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്നു പറയുന്ന ആ ഒരു സമയം തൊട്ട് മാത്രമേ ഈ വ്യക്തിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ ഈ വ്യക്തി ഓരോ നിമിഷവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ചതിന് തുല്യമാണ്. കാരണം ഈ വ്യക്തി എന്തൊക്കെയോ സമ്പാദിക്കുന്നുണ്ട്, നേടുന്നുണ്ട്, വിജയം കൈവരിക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത്. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തി പെട്ടുകിടക്കാണ്. മനസ്സിലായോ? ഈ വ്യക്തിക്ക് മനസ്സിന് അങ്ങനെ സമാധാനമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്നാണോ നിങ്ങളുടെ അടുത്ത് അതെല്ലാം തുറന്ന് കാണിക്കുന്നത്, അപ്പോഴായിരിക്കും തുറന്ന് പറയുന്നത്, അപ്പോഴായിരിക്കും ഈ വ്യക്തിയുടെ മനസ്സിന് തന്നെ ഒരു മോചനം കിട്ടുന്നത്. ആൻഡ് ഓൾസോ ദ ഫൈനൽ ഔട്ട്കം ഓഫ് ദിസ് റിലേഷൻഷിപ്പ് എന്താണ് കിട്ടിയിട്ടുള്ളത്? യെസ്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം, ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് ആണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂവണിയും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. നമ്പർ 9 ആണ്. 9 നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു. 9th ഡേ ആയിരിക്കാം, 9th മന്ത് ആയിരിക്കാം, എന്താണെന്ന് അറിയില്ല. ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് ആണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഫൈനൽ ഔട്ട്കം ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് കൂടിപ്പോയി ഇന്നത്തെ റീഡിങ് ടൈം ഇങ്ങനെ. ഓക്കെ, അപ്പൊ നമുക്ക് ലവ് മെസ്സേജസും ബാക്കി ക്ലൂസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ലവ് മെസ്സേജസ് എടുത്തിട്ടുണ്ട്. ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ്. അവസാനം കുറച്ച് ക്ലൂസ് കൊടുക്കും. മൈ ലവ് ഫോർ യു ഇസ് ടു ബിഗ് ആൻഡ് ഡീപ് ടു ഡിസ്ക്രൈബ് ആണ്. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത്രയും ആഴമേറിയതും വലുതുമാണ്. ഓക്കെ, യെസ്, ഐ ആം കൈൻഡ് ഓഫ് ഒബ്സസ്ഡ് വിത്ത് യു എന്നാണ്. ഈ വ്യക്തി എവിടേക്കോ നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആണ്. അതായത് ഭയങ്കരമായിട്ട് നിങ്ങളിൽ അഡിക്റ്റഡ് ആണെന്നാണ് കാണിക്കുന്നത്. ഐ ആം വെരി പൊസസീവ് ഫോർ യു. ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ വളരെ പൊസസീവ് ആണ്. അതായത് ഈ വ്യക്തിയുടെ എന്തോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നിങ്ങൾ. ഓക്കെ, അങ്ങനെയാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. സോറി ഡിയർ, ഇറ്റ്സ് മൈ ഫോൾട്ട്. ഇതെന്റെ തെറ്റാണ്, ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കൂ എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഐ നീഡ് ആൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ഒരു തുറന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും, അത് ഉറപ്പാണ്. നമുക്ക് കുറച്ച് ക്ലൂസ് ഒക്കെ എന്താണെന്നുള്ളത് നോക്കാം. യെസ്, 999 ഏഞ്ചൽ നമ്പർ മേ ബി നിങ്ങൾ കാണുന്നുണ്ടാകാം. യെസ്, 9 നമ്പർ നമ്മൾ ഓൾറെഡി നേരത്തെ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 999 ആണ്. 9 നമ്പർ ആവർത്തിച്ച് വരുന്നുണ്ട്. 1 വീക്ക് മേ ബി ഒരാഴ്ചക്കുള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം. മെയ് മന്ത് കിട്ടിയിട്ടുണ്ട്. ആൽഫബറ്റ് ലെറ്റർ പി കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇനീഷ്യൽ ആയിരിക്കാം. യെസ്, ജൂൺ കിട്ടിയിട്ടുണ്ട്. ജൂലൈ, ലെറ്റർ ഡി, ലെറ്റർ എഫ്, സെപ്റ്റംബർ മന്ത്, 777, ബൈക്ക് റൈഡർ. ഓക്കെ, നന്നായിട്ട് ബൈക്കൊക്കെ ഓടിക്കുന്ന വ്യക്തിയായിരിക്കാം. യെസ്, 1222 നല്ലൊരു ഏഞ്ചൽ നമ്പർ ആണ്. ഏഞ്ചൽ നമ്പർ 40 വി ഗോഡ്. യെസ്, 111 വി കിട്ടിയിട്ടുണ്ട്. ലെറ്റർ വി, വിഘ്നേഷ്, വീണ. മീൻസ് ഞാൻ വായിൽ വന്ന പേര് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. പോലീസ് കിട്ടിയിട്ടുണ്ട്. മിലിറ്ററി. ഓക്കെ, ഗ്രേറ്റ്. ഹൗസ് വൈഫ്, മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഹൗസ് വൈഫ് ആയിരിക്കാം. ഡാൻസർ, നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന വ്യക്തികൾ. യെസ്, ഒക്ടോബർ മന്ത്, 6 വീക്സ് 6 ആഴ്ച. ഇത്രയും കിട്ടിയിട്ടുണ്ട്.
സോ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.